മച്ചമ്പി പഠിക്ക് മിടുക്കൻ. മൊത്തം ഇന്ന് രാത്രി കൊണ്ട് ഞാൻ മനപ്പാടമാക്കും മച്ചമ്പി. പഠിക്കണം, പഠിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു സംശയവും ബാക്കി വരരുത്. ഇല്ല. പിന്നെ നാളെ വാഹന പ്രചരണ ജാഥയുള്ളതാണ്. ഞാൻ റെഡി. അപ്പം അതിനകത്ത് കുറേ പേജിൽ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നോക്കി വെക്കണം. മച്ചമ്പി കുടിക്കാൻ വെള്ളം വല്ലതും വേണേത് ഇരിപ്പുണ്ടേ? വെള്ളം വേണ്ട. വെള്ളം കുടിച്ചാൽ മനപ്പാടമാക്കാൻ പറ്റത്തില്ല. ഏത്തപ്പഴം വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ട്, പക്ഷേ കഴിച്ചാൽ ചിലപ്പോൾ ഉറക്കം വരും. ശരി കേട്ടാ. ഓക്കെ, ഞാൻ കിടക്കുവാണേ. നല്ല ക്ഷീണമുണ്ട്. മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ എനിക്കറിയത്തില്ലേ. അത് ശരിയാവത്തില്ലല്ലേ. മച്ചമ്പി, മച്ചമ്പി ഒന്ന് കഥ പറഞ്ഞേ. മച്ചമ്പി ആ എന്ത് മച്ചമ്പി, ഒരു സംശയം. ഈ പ്രത്യയ ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യയ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ശാസ്ത്രം. എന്താണെന്നറിയാമല്ലോ? ആണ് പ്രത്യേകതയുള്ള ശാസ്ത്രം. എന്താ ശാസ്ത്രം വെച്ചാൽ പഴയ കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശരി മച്ചമ്പി കേട്ടോ. ഇതേത് ഭാഷ? മച്ചമ്പി, മച്ചമ്പി, മച്ചമ്പിയേ ഒന്ന് വന്നേ. ഇതിനകത്ത് മൊത്തം പാർട്ടി അജണ്ട എന്ന് എഴുതി വെച്ചേക്കുന്നു. എന്തു ഈ പാർട്ടി അജണ്ട? അതെ, ഈ പാർട്ടിയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ. തീരുമാനങ്ങൾ. ഈ പിന്നെ അങ്ങനെ എഴുതിയാൽ പോരായിരുന്നു. ഈ സംസ്കൃതമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യം. മച്ചമ്പി എവിടെ പോയി? സംശയം കണ്ട ഒന്നും തോന്നല്ലേ? അങ്ങനൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതെന്ത് സംഭവം? ചോദിച്ചേക്കാം. പാർട്ടിയിൽ കാര്യപ്രാപ്തി ഉണ്ടെന്ന് തോന്നുമല്ലോ. മച്ചമ്പി, മച്ചമ്പി എന്തോ ഞാൻ വന്നേ. ഞാൻ വാ. ഇതെന്തോ എഴുതിയേക്കുന്ന ബ്രൗൺ ഷുഗർ വിശ്വാസികളാ? എടാ, ബൂർഷ വിശ്വാസികൾ എന്ന് വെച്ചാൽ എന്ത്? എന്ന് വെച്ചാ ഈ കൊള്ളൂരാത്ത അഴുക്കള്. അച്ഛൻ കൂട്ടുള്ളവരാ? അല്ലടാ, നിന്റെ അണ്ണം ജറാളിനെ പോലുള്ളവന്മാർ. അങ്ങനെയുള്ളവരുണ്ടോ? ഇത് വായിച്ചിട്ടേ അച്ചമ്പി കിടന്നു. നീ അടുപ്പൊന്ന് വായിക്കപ്പോ. അത് ക്ഷീണമുള്ള മനുഷ്യരാണ്. എന്നത് കാര്യമായിട്ട് മനസ്സിലാക്കണം. കാര്യം നാളെ ജാഥയ്ക്ക് സംസാരിക്കാനുള്ളതാണ്. തങ്കം മോളൊന്ന് നീ ഒന്ന് അങ്ങോട്ട് അവനെ എടുക്ക്. മനുഷ്യനെ ഉറങ്ങുമ്പോ തട്ടി വിളിക്കുന്നത് ഒരു കൊച്ചുള്ളത് എന്നൊക്കറിയാമോ? അവിടെ വായിച്ചോണ്ട് കിടന്നപ്പോ എന്ത് സംശയം ഉണ്ടല്ലോ അപ്പൊ ചോദിക്കണം എന്ന് പറഞ്ഞു. നട്ടപ്പാതിരത്തിന്റെ സംശയം ചോദിക്കണത്. മനുഷ്യൻ ക്ഷീണമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴാണ് നിന്റെ സംശയം. ഒടുക്കത്തെ സംശയം. ഇത്രയും നാൾ ഞാൻ കരുതി ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശനിയെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീയാണ് വലിയ ശനി, കണ്ടക ശനി. അതെന്നെ കൊണ്ടേ പോവുള്ളൂ. ഇല്ലടാ.